സുഹൃത്തുക്കളെ, നമ്മളിന്ന് PSC ആവർത്തിച്ചിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ കണക്ഷൻസ് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ കോഡുകളായിട്ടല്ല, നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം, നമ്മളൊരു സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിട്ടോ കണക്ട് ചെയ്തിട്ട് ആ രീതിയിൽ ഓർത്ത് വെക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കോഡ്സ് മാത്രമായിട്ട്, കണക്ഷൻസ് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ഈ കണക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കണക്ഷൻസാണ്. അപ്പം നമ്മൾ ലൈഫിലൊക്കെ എന്തെങ്കിലും ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളും അതൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഏത് റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത്? ഏത് റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത്? ഉത്തരം മാൻഡമസ് ആണ്, മാൻഡമസ്. അപ്പം ഞാനിത് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു രാജാവിനെ ആലോചിച്ചു. രാജാവ് കൽപ്പിക്കുന്നു. രാജാവ് കൽപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ഈ ജനങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്താ സാധാരണ സംഭവിക്കുക? രാജാവ് തലവെട്ടി കളയും. ആ തലവെട്ടുക എന്നുള്ളത് നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ട് മണ്ടയടിച്ച് പൊട്ടിക്കുന്നുള്ള രീതിയിൽ ആലോചിക്കാം. കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിലും മണ്ട അടിച്ച് പൊട്ടിക്കും. നമ്മൾ തലയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് മണ്ട എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു, മാൻഡമസ് എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഏത് റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്നതെന്ന് ചോദിച്ചാൽ മാൻഡമസ്. ആ രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. രണ്ടാമത്തെ ചോദ്യം: സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളാണ് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ. അപ്പം അത് ഞാൻ ഓർക്കാനായിട്ട് ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ പേര് സന എന്നായിരുന്നു. സന ബസ് എല്ലാവർക്കും ഒരുവിധം അറിയാം. സന ബസ് നമ്മൾ കണ്ണൂർ റോഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഓടുന്ന ബസ്സുകളുണ്ട് സന. അപ്പം നമുക്ക് ജസ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ബസ്സാണ് സന. അപ്പം ഈ സന ബസ്സിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സനാതന എന്നുള്ളത് ഓർത്തത്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയായ സമയത്താണ് അതിൽ ആഗമിച്ചിരുന്നത്, വന്നിരുന്നത്, പോയിരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമുക്ക് ആഗമിക്കുക, വരിക. അപ്പം എനിക്കത് ഈസി ആയിട്ട് കിട്ടി. ഞാനത് സന ബസ്സിലായിരുന്നു, വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗമിച്ചത്, വന്നത്, പോയത് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ വിദ്യാർത്ഥികളായി പോയ ആളുകളാണല്ലോ. അപ്പം ആ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികൾ എന്നുള്ള ആ ഒരു ചോദ്യോത്തരം നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം: ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർ എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ വള്ളത്തോളായിട്ട് കണക്ട് ചെയ്യാൻ, നമ്മൾ ഇപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ പാലമുണ്ടാക്കുമല്ലോ, ആ രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ വള്ളത്തോൾ ആദ്യമായിട്ട് കിട്ടിയത് പാലാ നാരായണൻ നായർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് ഈസിയായിട്ട് ഓർത്ത് വെക്കാം. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പാലാ നാരായണൻ നായർ എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ മുകളിലാണ് പാലുണ്ടാക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് നാലാമത്തെ ചോദ്യം: സ്വാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? സ്വാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? ഉത്തരം EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പം അവിടെ ഞാൻ രണ്ട് രീതിയിൽ ആണ് അവിടെ കണക്ട് ചെയ്തത്. അപ്പം നമ്മൾ EV എന്നുള്ളത് ഇപ്പം ഇലക്ട്രോണിക് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ, ഇലക്ട്രിക് കാറുകൾക്ക് നമ്മൾ EV വെഹിക്കിൾ എന്നാണല്ലോ, EV എന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ഇപ്പോൾ ഉള്ള ആളുകൾക്ക് എന്താ പറയുക, ആളുകൾക്ക് ഇപ്പം ഒരു EV വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. ഞാനിപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ, നശിപ്പിക്കാത്ത രീതിയിലാണ് ഇപ്പം വാഹനം ഉപയോഗിക്കുന്നത്. EV വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ അഭിമാനത്തോടെ, സ്വാഭിമാനം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നായ്ക്കർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഒരു നായനെ വളർത്തുന്നത് ചിലർക്ക് ഭയങ്കര അഭിമാനമായിരിക്കും. ഇപ്പം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നായക്കുട്ടീനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര അഭിമാനമുള്ളതാണ്. രണ്ട് രീതിയിലായിരിക്കും. EV വണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്, നമ്മൾ ഇപ്പം പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. ഇനി അതല്ല, നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നായക്കുട്ടീനെ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നായ്ക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ജയ്പൂരാണ്. ജയ്പൂർ വെച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത്. അപ്പം ഞാനിത് ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തത്
നമ്മൾ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞെന്ന് പറയുമ്പം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നു, കുറേ ആളുകളുടെ കാലുകൾ നഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ ജയ്പൂരിൽ പോയിട്ട് കാലൊക്കെ വെച്ച് അവിടെ നിന്നാണ് മീറ്റിംഗ് കൂടിയെന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്ത് വെച്ചത്. അപ്പം ജയ്പൂർ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ സമ്മേളനമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പരിക്കൊക്കെ പറ്റിയോണ്ട് ഒരുപാട് പേർക്ക് കൈ കാലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജയ്പൂരിലാണല്ലോ നമ്മൾ വെപ്പ് കാലുകൾ തന്നെ നമ്മൾ ജയ്പൂർ കാല് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജയ്പൂർ കാലൊക്കെ വെക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ മീറ്റിംഗ് കൂടി എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ കാര്യം നമ്മൾ കളിയാക്കാനൊന്നും അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച സമുദ്രശില എന്ന കൃതി രചിച്ചതാര്? 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച സമുദ്രശില എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രനാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എനിക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരം, നമ്മൾ സമുദ്രശില എന്ന കൃതി, അതുപോലെ സുഭാഷ് ചന്ദ്രൻ, ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു കട്ടിലിട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ ചന്ദ്രനെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ അതൊരു 3 മണി നേരത്താണെന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ 3 മണിക്ക് എന്നുള്ളത് ആലോചിക്കണേ 2023 എന്നുള്ള ആ ഒരു വർഷം നമുക്ക് കിട്ടും. അക്ബർ കക്കട്ടിൽ എന്നുള്ളത് ഒരു കട്ടിൽ ആലോചിക്കുക. അതുപോലെ സമുദ്രശില എന്നുള്ള പുസ്തകം ആലോചിക്കണമെങ്കിൽ സമുദ്രത്തിൻ്റെ കടൽ തീരത്ത് ആണ് ഈ കട്ടിലിട്ടിട്ടുള്ളത്. ചന്ദ്രനെ നോക്കിയാണ് കിടക്കുന്നത് സുഭാഷ് ചന്ദ്രൻ. ആ രീതിയിൽ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച സമുദ്രശില എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ഓർക്കാൻ പറ്റും. ഇനി 7ാമത്തെ ചോദ്യം, കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? ഉത്തരം പുൽച്ചാടിയാണ്. പുൽച്ചാടി നമ്മൾ പണ്ടേ പറയുന്നതാണ്, വീട്ടിൽ ഈ പുൽച്ചാടി വന്നു കഴിഞ്ഞാൽ, പച്ചത്തുള്ളൻ എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ റിച്ച് ആവും, പൈസ വന്ന് കയറും വീട്ടിൽ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പൈസ കിട്ടുന്നുള്ള രീതിയിലാണല്ലോ, ഭാഗ്യം പരീക്ഷിക്കല്ലേ. അപ്പം നമ്മൾ ആ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം പുൽച്ചാടി എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 8ാമത്തെ ചോദ്യം, 1ാം കേരള നിയമസഭയിലേക്ക് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? 1ാം കേരള നിയമസഭയിലേക്ക് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഞാനത് ഓർത്ത് വെക്കാനായിട്ട്, ഇപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കാൻ അറിയുമ്പോൾ ആരും എതിരുണ്ടാവരുതല്ലോ, അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരൻ മഞ്ച് കൊടുത്തു. എല്ലാവർക്കും മഞ്ച് വാങ്ങിക്കൊടുക്കുകയാണ്. എല്ലാവരും അനുകൂലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും കൊടുത്ത് ക്യാൻവാസ് ചെയ്യാറുണ്ട്. അപ്പം പുള്ളി കൊടുത്ത മഞ്ചാണ്. അപ്പം മഞ്ചേശ്വരം എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി 9ാമത്തെ ചോദ്യം, സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷയാണ്. ഒഡീഷ. നമ്മളവിടെ ഒഡീഷ എന്നുള്ള ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഓട്ടോറിക്ഷ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഒഡീഷ എന്നുള്ള ഓട്ടോറിക്ഷ എന്നാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ എന്നുള്ളത് അവിടെ ആലോചിക്കുക. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അധികം പാല് കൊണ്ടുവരുന്നത്, രാവിലെ കൊണ്ടുവരുന്നത് ഈ പെട്ടി ഓട്ടോറിക്ഷയിലാണ്. ചെറിയ പെട്ടി ഓട്ടോറിക്ഷ, ആപ്പ, പിയാജിയോ, ആപ്പ ഉണ്ടല്ലോ, ആപ്പ വണ്ടിയിലാണ്, ആപ്പ ഓട്ടോറിക്ഷയിലാണ് രാവിലെ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ടുവരുന്നത്. സിംലിപാൽ ദേശീയോദ്യാനം ഒഡീഷ എന്നുള്ള ഓട്ടോറിക്ഷയിലാണ് പാല് കൊണ്ടുവരുന്നത്. സിംലിപാൽ എന്നുള്ളത് അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇനി 10ാമത്തെ ചോദ്യം, നമ്മുടെ അവസാനത്തെ ചോദ്യം, ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്? ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്? ഉത്തരം കരളാണ്. കരൾ. നമ്മളത് ഓർത്ത് വെക്കാനായിട്ട്, നമ്മൾ മദ്യപിച്ച് കഴിയുമ്പോൾ സിറോസിസ് ഉണ്ടാവുക, കരൾ സീറോ ആയി പോവുകയാണ്, കരൾ മൊത്തം ദ്രവിച്ചില്ലാതായിട്ട് സീറോ ആയി പോകുന്നു. അങ്ങനെ ലിവർ സിറോസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഓർത്ത് വെച്ചാൽ ഈ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ് എന്ന് ചോദിച്ചാൽ കരൾ എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് ഓർക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 10 ചോദ്യങ്ങളാണ് ഈ കണക്ഷൻസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് ഓർത്ത് വയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്ന ചോദ്യങ്ങളാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് അല്ലാതെ പഠിക്കാൻ പറ്റുന്നത് നേരെ തന്നെ പഠിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ആയി പോവുക, അങ്ങനത്തെ രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കണക്ഷൻസ് ആക്കി ചെയ്യുന്നത്. അപ്പം കണക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.